എന്താ പറഞ്ഞ ശരിക്കും ഒരു സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുമ്പം അതിന് ഒരു കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ 2 or 3 കുഞ്ഞുങ്ങളുള്ള ഓൺ സിബ്ലിങ്സ് തന്നെ അവരോട് ചിലപ്പം ഒരു പക്ഷെങ്കിൽ നമുക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അവരിങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ. അപ്പം അതിനൊക്കെ വിപരീതമായിട്ടാവും ഒരു കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്ത്, നോട്ട് ചൂസ്, ഡിസൈഡ് ചെയ്തത്. ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള എന്തെങ്കിലും പ്രേരക ഘടകങ്ങളുണ്ടായിരുന്നു? ഇപ്പം ഞാനിപ്പം എൻ്റെ ഒരു ആഗ്രഹം, ഇപ്പം എൻ്റെ ചോയ്സാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡ് അഗ്രി ചെയ്തു, പക്ഷേ എൻ്റെ ചോയ്സാണ്, എൻ്റെ മകളുടെ ചോയ്സല്ല. അല്ല. അപ്പോൾ അവൾ കൊച്ചുകുട്ടിയാണ്, അവൾ എന്നോട് അറ്റാച്ച്ഡ് ആണ്. അപ്പം നാളെ ഞാനൊരു കുട്ടീനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ശരിയാണ്, ഞങ്ങൾ അവളോട് ഒരുപാട് സംസാരിച്ചു. അവൾക്ക് മറ്റ് ഫ്രണ്ട്സിൻ്റെ മമ്മിക്സ് ബേബീസ് ഉണ്ടാവുന്നു. അപ്പോൾ അവളും പറയുന്നത് എനിക്കൊരു ബേബി ബ്രദർ വേണം, ബേബീസ് എന്നും പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ബേബി ബ്രദർ, ബേബി സിസ്റ്റർ. അപ്പം അത് വേണമെന്നൊക്കെ അവൾ പറയുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഈ കുഞ്ഞിനെ കാണാൻ പോകുന്നത്. അവളും കൂടെ വന്നത്, അവൾക്ക് നമ്മളിനി നോ പറഞ്ഞാൽ അവൾക്കത് എഫക്റ്റ് ആവും, അതുകൊണ്ട് അവളെ കാണിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി. കുറച്ച് ദൂരം ട്രാവൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലായിരുന്നു അന്ന് രാത്രി. വൈകിട്ട് ലേറ്റ് നൈറ്റ് വന്ന് ഞങ്ങൾ അവളെ പിക്ക് ചെയ്തപ്പം ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവമേ, അത് എപ്പോഴും പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരിക്കലും, അതായത് ബൈബിളിൽ പറയുന്നുണ്ട് ജോണത്തൻ്റെയും ഡേവിഡിൻ്റെയും ഹാർട്ട്സ് വെയർ നിറ്റ് ടുഗെദർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർ സിബ്ലിങ്സ് ആയിരുന്നില്ല, പക്ഷെ അവരുടെ ഹാർട്ട്സ് വെയർ നിറ്റ് ടുഗെദർ, ഓർ സ്പിരിറ്റ്സ് വെയർ നിറ്റ് ടുഗെദർ എന്ന് പറയുന്നുണ്ട്. അതെ. അപ്പം അത് ദൈവത്തിന് അന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് എൻ്റെ കുട്ടികൾക്കും ചെയ്തു തരണം എന്നുള്ള. അപ്പം ഞങ്ങൾ അന്ന് മോളെ എടുത്തുകൊണ്ട് വരുന്നു. അന്ന് തന്നെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് എൻ്റെ ഹസ്ബൻഡ് മാമിൻ്റെ അടുക്ക റിക്വസ്റ്റ് ചെയ്തു, ഞാൻ എൻ്റെ കുട്ടി എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇന്ന് രാത്രി ഞാൻ പോയി എൻ്റെ കട്ടിലേൽ കിടക്കുമ്പോൾ, എൻ്റെ കംഫർട്ടബിളായിട്ടുള്ള എൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ, എൻ്റെ മകൾ എന്ന് പറയുന്ന ഒരാൾ ഒരു പായിൽ എവിടെയോ ഒരിടത്ത് നിലത്ത് കിടക്കുകയാണ്. ഓക്കെ, അപ്പം എന്നെക്കൊണ്ട് അത് പറ്റില്ല. അത് ഞാനും ഞാനും അതിന് ഓക്കെ അല്ല. എൻ്റെ മകളെന്ന് ഞാൻ ബ്രെയിനിൽ തീരുമാനിച്ച് കഴിഞ്ഞാൽ അതെൻ്റെ മകളാണ്. ഇന്ന് ആ ലോകത്ത് എവിടെയാണെങ്കിലും എനിക്ക് പോയി റെസ്റ്റ് ചെയ്ത്, അവരെന്തോ പറഞ്ഞ 2 weeks കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തു വെക്കാം. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അന്ന് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീസർ ആൻറ്റിയുണ്ട്, ആൻറ്റിയോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല ആൻറ്റി, റിലീസ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ റിലീസ് ചെയ്ത്, എൻ്റെ മകളാണ്, ഇന്ന് തൊട്ട് അവൾ എൻ്റെ മകളാണ്. അപ്പം അങ്ങനെ ആൻറ്റി പിന്നെ പറഞ്ഞു, ജോർജ് അത് വി കാൺ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പം പറഞ്ഞു, ഇല്ല മാം, എന്തെങ്കിലും ചെയ്ത് അത് ഇന്ന് റിലീസ് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ അന്ന് രജിസ്റ്ററിൽ അന്ന് രാത്രിയിലെല്ലാം പോയിരുന്ന് എല്ലാം എഴുതി അത് മേടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക്, അപ്പം കുട്ടി അപ്പോഴത്തേക്ക് പോയി. അപ്പം ഇതൊരു ഓർഫനേജും ഓൾഡ് ഏജ് ഹോമും കൂടെ ഒന്നിച്ചാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കുറച്ച് ഓൾഡ് അമ്മച്ചിമാരാണ് ഇവളെ നോക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ പോയി, അപ്പം അവളോട് പറഞ്ഞു, നിൻ്റെ പപ്പയും മമ്മിയും നിന്നെ കൊണ്ടുപോവാ, പോയി ബായ് പറഞ്ഞിട്ട് വാ. അപ്പോൾ എല്ലാവരോടും അവൾ പോയി ബായ്, ഒരു 10 minute കൊണ്ട് അവൾ ഡ്രസ്സ് ചെയ്ത് ഒരു മാലയൊക്കെ ഇട്ട് കയ്യിൽ നെയിൽ പോളിഷൊക്കെ അവർ ഇട്ട് കൊടുത്തായിരിക്കും, പെട്ടെന്ന് പോയി ഇട്ട് കൊടുത്തിട്ട് അവൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി അവളെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പോൾ അവിടെ കാലിൽ ചെരുപ്പ് പോലും ഇല്ല. അവൾക്ക് ആകെയുള്ള ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുമില്ല അവളുടെ കയ്യിൽ. അങ്ങനെ തന്നെ ആ ഡോക്യുമെൻറ്റ്സും ഇട്ട ഡ്രസ്സും അല്ലാതെ ഒരു കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ അവൾ ഞങ്ങളുടെ കൂടെ വന്ന് കാറിൽ കയറി അവൾ വരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഹൈവേയിൽ പിന്നെ ഏതോ ഒരു കടയിൽ കയറി, എന്തോ ഒരു മാർട്ട്, ബിഗ് ബസാർ, അങ്ങനത്തെ എന്തോ ഒരു കടയിൽ കയറി ഒരു 2 ഡ്രസ്സ് മേടിച്ചു, ചപ്പൽ മേടിച്ചു, അണ്ടർ ക്ലോത്ത്സൊക്കെ മേടിച്ചു. പിന്നെ മൂത്ത ആൾക്കും കൂടെ സിമിലർ ആയിട്ടുള്ള, അവൾ ചെല്ലുമ്പോൾ വിഷമിക്കാൻ പാടില്ല, അപ്പോൾ അതേപോലത്തെ 2 ഡ്രസ്സ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോയി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി എൻ്റെ മകളെ പിക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞു വാവയുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ടേ അവളെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് അവൾ ഹസ്ബൻഡിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ട് അവൾ പോയി വഴക്കൊന്നും പറഞ്ഞില്ല, തിരിഞ്ഞിങ്ങനെ നോക്കി, ഇതാണോ നമ്മുടെ വാവ? യെസ്. അപ്പോൾ വീട്ടിൽ പോന്നു. ഇവള് സംസാരിക്കാത്ത കുട്ടിയായതുകൊണ്ട് ഞാൻ നേരെ പോയി ബെഡ്റൂമിലോട്ട് അവളെ ബെഡേൽ വെച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മോളും പോയി അവിടെ ബെഡേലിരുന്നു. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ കാണിക്കുന്നു, വെള്ളമാണോ പാലാണോ നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ പാലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഇച്ചിരി പാല് ചൂടാക്കിക്കൊണ്ട് വരും. അപ്പോൾ ആ സമയത്ത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്, കാരണം എൻ്റെ മകൾക്കൊരു ഒരു ഇഷ്യൂ ഉള്ളത്, അന്ന് കുഞ്ഞായിരുന്നു. അപ്പം ഇച്ചിരി നിറം കുറഞ്ഞവരോട് എടുത്തിട്ട് അവൾ അധികം അടുക്കത്തില്ല. അപ്പോൾ ഈ കുട്ടി ഇച്ചിരി ഡാർക്കാണ്. അപ്പം അവൾ എന്തെങ്കിലും പറയോ, കണ്ണൊരു സൈഡിലോട്ട് ബോത്തെല്ലാം പാച്ചസ് ഉണ്ട്, മുടിയെല്ലാം വല്ലാണ്ട് വെട്ടിയിട്ടേക്കണം. അപ്പം ഞാൻ വെച്ചാൽ എന്തെങ്കിലും അവൾ കമൻറ്റ് പറയും, ഭയങ്കര ഞാനിങ്ങനെ അയ്യോ ദൈവമേ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മോള് പറയുക, അമ്മ
അത്ര ബ്യൂട്ടിഫുള്ളായിട്ടൊരു ബേബിയാണ് ദൈവം നമുക്ക് തന്നത്. ആൻഡ് ഇറ്റ് കാനോട്ട് ബി, അത് മിറക്കിളാണത്. ഇത് മിറക്കിളാണ്. മിറക്കിളാകാതെ ആവില്ല. കാരണം അതുപോലെ എന്താ പറയുക, ഒരു വികൃത രൂപമാണ് അന്ന് ആ മോള്. ഓക്കെ, അപ്പം അത് അങ്ങനെയൊക്കെയാണ് ദൈവം എൻകറേജ് ചെയ്യുന്നത് നമ്മളെ. എന്നിട്ട് അന്നും ഇന്നും അവളുടെ ഏറ്റവും വലിയൊരു ഡിഫൻഡർ എൻ്റെ മൂത്ത കുട്ടി തന്നെയാണ്. അവളെ നമ്മൾ വഴക്ക് പറയാൻ പാടില്ല, അവളെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവളെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് അഡോപ്ഷൻ.